പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് ബി.ജെ.പി. സർക്കാരുമായി ഒത്തുകളിച്ചിരിക്കുന്നു, കോടതിയിലടക്കം ലീഗ് എന്നുള്ളതാണ്. ലീഗിനെതിരെയാണ് വിരൽ ചൂണ്ടപ്പെടുന്നത്. പക്ഷേ ഈ പറഞ്ഞ ഇതിൻ്റെ ചട്ടങ്ങൾ, ഈ വഖഫുമായി ബന്ധപ്പെട്ട് വന്ന ഭേദഗതികൾ എത്രത്തോളം ഈ ഇടത് സർക്കാരിൻ്റെ കാലത്ത് പുനഃസംഘടിപ്പിച്ച വഖഫ് ബോർഡിൽ നടപ്പാക്കിയിട്ടുണ്ടെന്നൊരു ചോദ്യമുണ്ടല്ലോ. സെക്ഷൻ 14(1)ൽ 4 പ്രൊവൈസുകളുണ്ട്. അതിൽ 2 നോൺ മുസ്ലിങ്ങൾ വേണം, ആകെ 11 അംഗങ്ങൾ വേണം. ഒന്നിൽ അടുത്ത പ്രൊവൈസിൽ ഒരാൾ ഷിയ ആകണം, ഒരാൾ ബാക്ക്വേർഡ് മുസ്ലിം ആകണമെന്ന് പറയുന്നു, ഒരാൾ ബോറയാകണം, ഒരാൾ ആഗാ ഖാനി ആകണം എന്ന് പറയുന്നു. ഇത് ബോറയും ആഗാ ഖാനിയും ഒക്കെ ഷിയയിൽ പെടുന്നതാണെന്ന് സമ്മതിക്കാം. പക്ഷേ 6 കാറ്റഗറിയും ഉൾപ്പെടുത്താതെ 11-ൽ 9 പേരെ അപ്പോയിന്റ് ചെയ്യുകയാണ് ഇടത് സർക്കാരിൻ്റെ കാലത്തെ വഖഫ് ബോർഡിൽ ചെയ്തിട്ടുള്ളത്. ഇനി ആകെ 2 പേരെ വയ്ക്കാൻ പറ്റൂ എന്നുള്ള സാഹചര്യം. ഈ 6 പേർക്ക് ക്ലെയിമുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട കോടതിയിലേക്ക് എത്തുമ്പോൾ പ്രധാനമായും വെല്ലുവിളിക്കപ്പെടുന്ന വിഷയങ്ങളാണിത്. അപ്പോൾ ഈ നമുക്ക് താല്പര്യമുണ്ടെങ്കിലും താല്പര്യമില്ലെങ്കിലും കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്ന ഒരു നിയമത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതികൾ ഭാഗികമായി നടപ്പാക്കി എന്ന രൂപത്തിൽ എങ്ങനെയാണ് ഒരു സർക്കാരിന് മുന്നോട്ട് പോകാനാവുക? അഡ്വക്കേറ്റ് അരുൺകുമാർ. ആദ്യം തന്നെ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ട്. ഞങ്ങൾ ഈ നിയമത്തിലെ വകുപ്പുകളെ എതിർക്കുന്നു, ഈ നിയമ അമെൻമെന്റിലെ ഇന്ന കാര്യങ്ങളെ ഞങ്ങൾ എതിർക്കുന്നു, അതനുസരിച്ച് നിയമ പോരാട്ടം സുപ്രീം കോടതിയിൽ നടത്തി. പക്ഷേ സംസ്ഥാന ഗവൺമെന്റ് ഹൈക്കോടതിയിൽ വന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന സ്റ്റാൻഡ് എടുക്കാൻ കഴിയുമെന്ന് ഞാനൊന്ന് ചോദിച്ചോട്ടെ. നിങ്ങളടക്കം കൊടുത്ത കേസ് സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആണ്. കേരള ഗവൺമെന്റും അതിൽ ഇംപ്ലീഡ് ചെയ്ത് കയറി ഈ വഖഫ് അമെൻമെന്റ് നിയമത്തെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിൽ സുപ്രീം കോടതി SLP അഡ്മിറ്റ് ചെയ്തു. അതിൽ ഇടക്കാല ഉത്തരവുണ്ട്. 5 വർഷം മുസ്ലിമായിട്ട് ജീവിച്ചു എന്ന് തെളിയിച്ച ആൾക്ക് മാത്രമേ വഖഫ് ചെയ്യാവൂ എന്നതടക്കമുള്ള കണ്ടീഷനെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. നിയമ ഭേദഗതികളെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽ ഹിയറിംഗിന് വച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങളാണ് ഇത് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഹൈക്കോടതിയിൽ ഒരു കൃത്യമായിട്ടൊരു കൗണ്ടർ ഫയൽ ചെയ്യുന്നു. ആ കൗണ്ടറിൽ നിങ്ങൾ പറയുകയാണ്, taking note of all the above act infirmities, government is prepared to reconstitute the board strictly in compliance with the mandate of section 14 of the Unified Waqf Act 1995. അതായത് ആ വഖഫ് അമെൻമെന്റ് ആക്ടിലെ എല്ലാ ഭേദഗതികളും വച്ചുകൊണ്ട് സ്ട്രിക്ട്ലി ഇൻ കംപ്ലൈൻസ് വിത്ത് ദ മാൻഡേറ്റ് ഓഫ് സെക്ഷൻ 14 അനുസരിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സുപ്രീം കോടതിയിൽ എടുത്തിരിക്കുന്ന SLPയിലെ എല്ലാ വാദങ്ങൾക്കും എതിരായി ഇവിടെ ഈ അഫിഡവിറ്റ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഈ കൗണ്ടർ കൊടുക്കുകയാണ്. നിങ്ങൾക്കൊരു വാചകം അതിൽ കൂട്ടിച്ചേർക്കാമായിരുന്നല്ലോ. സബ്ജക്ട് ടു ദി ഔട്ട്കം ഓഫ് ദി മാറ്റർ പെൻഡിംഗ് ബിഫോർ ദി സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസിന്റെ വിധിക്ക് വിധേയമായി ഞങ്ങൾ ഈ സെക്ഷൻ 14 കംപ്ലൈ ചെയ്യാം എന്ന് നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ. ഏജിക്ക് അങ്ങനെ പറഞ്ഞോ? ഇല്ലല്ലോ. വിത്തൗട്ട് പ്രിജുഡീസ് ദ സ്റ്റാൻഡ് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ സച്ച് ആൻഡ് സച്ച് കേസ് പെൻഡിംഗ് ബിഫോർ ദി സുപ്രീം കോർട്ട് എന്നൊരു വാചകം ഇത്തരം കേസുകളിൽ എല്ലാം കൂട്ടിച്ചേർക്കാറുണ്ടല്ലോ. മുഗൾ കോടതിയിൽ ഈ ആക്ട് ചലഞ്ച് ചെയ്ത ഒരു കേസ് നിലനിൽക്കുമ്പോൾ ആ കേസിന്റെ വിധിക്ക് വിധേയമായി ഞങ്ങൾ ഇവിടെ നടപ്പാക്കിക്കൊള്ളാം. ആ കേസിന്റെ വിധിക്ക്, അല്ലെങ്കിൽ ആ വിധിക്ക് എതിരായ രീതിയിൽ ആകരുത് എന്ന രൂപത്തിൽ ഞങ്ങൾക്ക് നിർബന്ധ ബുദ്ധി ഉണ്ട് എന്നൊരു വാചകം കൂട്ടിച്ചേർക്കാമല്ലോ. അതായത് സുപ്രീം കോടതി അഡ്മിറ്റ് ചെയ്ത് ഇൻട്രീം ഓർഡർ തന്ന് ഡീറ്റെയിൽ ഹിയറിംഗിന് പോസ്റ്റ് ചെയ്ത കേസ്. ശരി, അഡ്വക്കേറ്റ് സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് നോൺ മുസ്ലിങ്ങളെ കൂടുതലായി കൊണ്ടുവരണം എന്നുള്ളത് തന്നെയായിരുന്നല്ലോ ഉദ്ദേശം. ഈ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന് കൃത്യമായ ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തന്നെ തർക്കമില്ല. അപ്പോൾ അത് അങ്ങനെ കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ സുപ്രീം കോടതിയല്ലേ അങ്ങോട്ട് പറഞ്ഞത് 2 അംഗങ്ങൾ മതി, നോൺ മുസ്ലിങ്ങളായി 2 അംഗങ്ങൾ മാത്രമായി അത് പരിമിതപ്പെടുത്തണമെന്ന് പറഞ്ഞത്. അപ്പോൾ കോടതിക്ക് അതിൽ ഇതിനകം തന്നെ ഒരു നിലപാടുണ്ട്. ഇല്ല, ഒരിക്കലും ഇല്ല. ഇതിൽ 4 പേർ അങ്ങ് ആദ്യം നമ്മൾ കോട്ട് ചെയ്ത സെക്ഷൻ 14-ലെ 1C, ആ സിയിൽ പെടുന്ന 4 പേർ വരുന്നത് ഒഴിച്ച് ബാക്കി എല്ലാവരും നോൺ മുസ്ലിം ആയിട്ട് വരാൻ കഴിയും. അതായത് 11-ൽ 7 പേർ നോൺ മുസ്ലിം ആയിട്ട് വരുന്ന തരത്തിൽ പോലും ഈ വഖഫ് നിയമ ഭേദഗതി പ്രകാരം ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതിയിലെ കേസിൽ ഇംപ്ലീഡ് ചെയ്തിരിക്കുന്നതിൽ കൃത്യമായി ഈ ആക്ട് അമെൻമെന്റ് നിലനിൽക്കുന്നില്ല എന്ന വാദം അവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ എന്റെ വാദം, സുപ്രീം കോടതി ഇത് ഫയലിൽ സ്വീകരിക്കാതെ തള്ളുവല്ലല്ലോ ചെയ്തേ. ഈ വാദങ്ങളെല്ലാം കേൾക്കാം എന്ന് ഫയലിൽ കൃത്യമായി അഡ്മിറ്റ് ചെയ്തു, ഇടക്കാല ഉത്തരവ് കൊടുത്തു, ബാക്കി പോസ്റ്റഡ് ഫോർ ഡീറ്റെയിൽ ഹിയറിംഗ്. അതിൽ പ്രധാനപ്പെട്ട കക്ഷിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് കേരളത്തിലെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. ഇതുപോലൊരു കേസ് ഹൈക്കോടതിയിൽ വരുമ്പോ ഞങ്ങൾ ഈ നിയമം, പാർലമെന്റ് പാസാക്കിയ നിയമമാണ് പാലിക്കുക. പക്ഷേ സുപ്രീം കോടതി ഞങ്ങളടക്കം ഫയൽ ചെയ്തിരിക്കുന്ന, സംസ്ഥാന ഗവൺമെന്റ് അടക്കം ഫയൽ ചെയ്തിരിക്കുന്ന
കേസിന്റെ വിധിക്ക് വിധേയമായി അവിടെ എടുത്തിരിക്കുന്ന അവർമെന്റ്സിന് വിരുദ്ധമാകാത്ത തരത്തിൽ ഞങ്ങൾ പാലിക്കാം എന്നല്ല പറഞ്ഞത്, സ്ട്രിക്ട് കംപ്ലൈന്റൻസ് എന്നാ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഒറ്റ കാര്യം ഇവിടെ ഉണ്ട്. ഈ കൗണ്ടറിൽ അഡ്വക്കേറ്റ് ജനറൽ അവസാനം എന്താ പറഞ്ഞേ? ഇൻ ദി എബവ് സർക്കംസ്റ്റാൻസസ് ദ റിട്ട് പെറ്റീഷൻ ഈസ് ഡിവോയിഡ് ഓഫ് എനി മെറിറ്റ് ആൻഡ് ഹെൻസ് ദ സെയിം ഈസ് ലൈബിൾ ടു ബി ഡിസ്മിസ്ഡ്. ഈ റിട്ട് പെറ്റീഷൻ തള്ളിക്കളയണം, ഇതിലൊരു മെറിറ്റ് ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ റിട്ട് പെറ്റീഷനിലെ വാദങ്ങളോട് യോജിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഞാൻ ആ റിട്ട് പെറ്റീഷണർക്കൊപ്പമാണ്. ആരാ റിട്ട് പെറ്റീഷണർ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, എന്റെ സുഹൃത്ത് ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്. ആ സുഹൃത്തിന്റെ വാദങ്ങൾക്ക് ഒപ്പമാണ് ഞാൻ എന്ന് AG പറയുന്നു. അതായത് ഗവൺമെന്റിന്റേതായി കോടതിയിൽ ഫയൽ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു ഇത് മെറിറ്റില്ലാത്ത കേസാണ്, ഡിസ്മിസ് ചെയ്യണമെന്ന് പറയുന്നു. അവസാനം പറയുന്നു ഞാൻ ഇവരോടൊപ്പമാണ്. അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. BJPയുമായി കോൺഗ്രസും ലീഗും സന്ധി ചേർന്ന് ഈ കാര്യത്തിൽ ഞങ്ങൾ ഒറ്റ മനസ്സാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ്. അവിടെയാണ് ബോർഡിന്റെ ചെയർമാനും നോട്ടീസ് അയക്കാതെ അംഗങ്ങളെ കേൾക്കാതെ ബോർഡ്. ശരി അരുൺ, ഈ ഷോണിന്റെ ഹർജിയിൽ ബോർഡിന്റെ അഭിഭാഷകൻ പറഞ്ഞത് പറഞ്ഞോളൂ. ബോർഡിന്റെ ചെയർമാനെ കേട്ടിട്ടില്ല, മെമ്പേഴ്സിനെ കേട്ടിട്ടില്ല. ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ പറഞ്ഞത് എനിക്ക് ഡീറ്റെയിൽ കൗണ്ടർ ഫയൽ ചെയ്യണം, എന്റെ കൗണ്ടർ കൂടി പരിഗണിച്ചിട്ട് വേണം ഈ കേസിൽ ഇടക്കാല ഉത്തരവ് കൊടുക്കാൻ എന്ന് പറയുമ്പോൾ അതുപോലും കേൾക്കാതെ ഏകപക്ഷീയമായിട്ട് വിധി പറഞ്ഞിരിക്കുന്നു. ഒറ്റ വാക്കോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതേ ആക്ടിലെ സെക്ഷൻ 22 ഏതെങ്കിലും ഒരംഗത്തിന്റെ ഫില്ലിംഗ് അല്ലെങ്കിൽ അംഗത്തിന്റെ നോമിനേഷൻ നടന്നില്ല എന്ന് വെച്ച് ബോർഡ് എടുത്ത തീരുമാനങ്ങൾ ഒന്നും അസാധാകുന്നില്ല. സെക്ഷൻ 22 കൃത്യമായി പറയുന്നു. അപ്പോ ഹൈക്കോടതിയുടെ ഇടപെടൽ പ്രകാരം ബോർഡിന്റെ തന്നെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു, സാമ്പത്തികമായിട്ടുള്ള ഇടപെടൽ നടത്താൻ പാടില്ല, നയപരമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പാടില്ല എന്ന ഹൈക്കോടതിയുടെ വിധി പൂർണ്ണമായും തെറ്റാണ്. ഇതേ സമാനമായ കേസിൽ തമിഴ്നാട് ഹൈക്കോടതി ഒരു വിധി പറഞ്ഞിരുന്നു, മദ്രാസ്. ആ കോടതിയുടെ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഇപ്പോൾ കേരള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെതിരെയും സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു. സമാന കേസുകളിൽ സുപ്രീം കോടതി അടക്കം എടുത്ത മദ്രാസ് ഹൈക്കോടതിയുടെ വിധിക്കെതിരായിട്ടുള്ള കേസിലെ എടുത്ത തീരുമാനത്തിനും വിരുദ്ധമായിട്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രവർത്തിച്ചിരിക്കുന്നത്. അത് ക്ലിയർലി ഇല്ലീഗലാണ്, ആർബിട്രറി ആണ്. തമിഴ്നാട് ബോർഡ് ഫ്രീസ് ചെയ്യുക കൂടി ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങേലേക്ക് Debate with Smriti Parithikkad.